വെൽക്കം ടു ദ സിസ്കോം എഡ്ജ് എപ്പിസോഡ് നമ്പർ 1. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റാ ബിസിനസ് സൂട്ടിൽ എങ്ങനെ പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്യാം എന്നുള്ളതാണ്. നമ്മളൊരു ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു പേജാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പേജിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഒരു പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്യുക, അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഈ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റാ ബിസിനസ് സൂട്ട് കിട്ടും. അപ്പോൾ നമ്മൾ മെറ്റാ ബിസിനസ് സ്യൂട്ട് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഒരു മെറ്റാ ബിസിനസ് സ്യൂട്ടിൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് വഴിയേ പറയാം. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഒരു പോസ്റ്റ് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഓപ്ഷൻസിൽ ഈ ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ പോസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷനാണിത്. ഈ ഒറ്റ മെറ്റാ ബിസിനസ് സ്യൂട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അറ്റ് എ ടൈം പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഫേസ്ബുക്ക് ഫീഡിൻ്റെ പ്രിവ്യൂ, അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫീഡിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കിട്ടും. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് ആഡ് ചെയ്യാം. ഇന്നിപ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പോസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാണ്. ഇതിൻ്റെ റേഷ്യോ നമ്മൾ എഡിറ്റ് ചെയ്ത് 1:1 റേഷ്യോയിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ഫോട്ടോ ആഡ് ചെയ്തു. ഇനി ആ ഫോട്ടോയ്ക്ക് നമുക്കൊരു ടെക്സ്റ്റ്, നമ്മൾ എന്ത് ടെക്സ്റ്റാണോ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്തു. ഈ ടെക്സ്റ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റയിലേക്ക് നമുക്ക് വേണമെങ്കിൽ വേറൊരു ടെക്സ്റ്റായിട്ട് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ടെക്സ്റ്റ് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇൻസ്റ്റയിലേക്കും ഫേസ്ബുക്കിലേക്കും 2 ടെക്സ്റ്റായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഈ ആഡ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് കോപ്പി ചെയ്തിട്ട് നമ്മൾ പുതിയ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രിവ്യൂ ഇങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പ്രിവ്യൂ ഇങ്ങനെയായിരിക്കും. ഇത് രണ്ടും നമുക്ക് എന്തായിട്ട് ഇവിടെ വിസിബിളായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഷെഡ്യൂളിംഗ് ഓപ്ഷൻ. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും രണ്ടിനും ടൈം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ഏത് ഡേറ്റിന് ഏത് ടൈമിനാണ് പോസ്റ്റ് ഷെഡ്യൂൾ ആവേണ്ടതെന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ടൈമും ഇൻസ്റ്റയിൽ വേറൊരു ടൈമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതുപോലെ നമുക്കിവിടെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പം നമ്മളൊരു 29th കൊടുക്കുകയാണ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, രണ്ട് ടൈമും 2 ഡേറ്റുമായിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഇനി അതുപോലെ ഷെയർ യുവർ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറിയിലും എന്ത് ചെയ്യും, നമ്മൾ ഈ സേവ് ചെയ്ത് വെച്ച പോസ്റ്റ് ആഡ് ആവും. ഇത് നമുക്കിനി ഷെഡ്യൂൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോസ്റ്റ് ഷെഡ്യൂൾ ആവും. ഇപ്പോൾ നമ്മളെ പോസ്റ്റ് ഷെഡ്യൂൾ ആയിട്ടുണ്ട്. ഇനി പോസ്റ്റ് ഷെഡ്യൂൾ ആയത് നമുക്ക് ഇവിടെ പ്ലാനർ എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ടൈം, അതെപ്പോൾ പോസ്റ്റ് ആവും എന്നുള്ള ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാവും. സോ ഇത്രയാണ് നമുക്ക് ഒരു മെറ്റാ ബിസിനസ് സൂട്ടിൽ പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ട